ഹായ്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഇന്ന് സെൻറ്റ് ജോസഫ് ഡേ ആയിരുന്നു കേട്ടോ. യേശുപിതാവിൻ്റെ നാമത്തിൽ മാമോദിസ സ്വീകരിച്ച എല്ലാവർക്കും ഇന്ന് നാമഹേതു തിരുനാളാണ് കേട്ടോ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക്. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് 2 ജോസഫുമാർ. അതൊന്ന് ടോജോയും ഒന്ന് ഞങ്ങളുടെ ഔസുക്കുട്ടനുമാണ് കേട്ടോ. ഇഷ്ടം പോലെ പഴം ഉള്ളത് കൊണ്ട് ഇന്ന് പുട്ടും പഴമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ ലേശം ഒന്ന് മോഡിഫൈ ചെയ്തേക്കാന്ന് പിന്നെ തോന്നി. അപ്പോൾ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പാൽപ്പൊടിയും 1 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് പുട്ട് ഒന്ന് കുഴച്ചെടുത്തു കേട്ടോ. അങ്ങനെ പുട്ട് വേവിച്ച് കുട്ടികൾക്ക് കൊടുത്തപ്പോൾ വലിയ സന്തോഷമൊന്നും കണ്ടില്ല. ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചാണ് കൊണ്ടുവന്നത്. പക്ഷേ വലിയ ഭാവമാറ്റമൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്താൽ ഇതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ പഞ്ചസാരയും കൂടെ ചേർത്ത് കുറച്ചും കൂടെ പരിഷ്കരിച്ച ഭാവമാണിത്. ഇത് എല്ലാവർക്കും ഓക്കെ ആയിരുന്നു കേട്ടോ. ഒരു കറി ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ചിലർ ഇത് പാൽപ്പൊടിക്ക് പകരം പാലും ചേർക്കാറുണ്ട്. രണ്ടും നല്ലതാണ്. പാൽപ്പൊടിയാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് നമുക്ക് തോന്നി കേട്ടോ. പക്ഷെ പഞ്ചസാര ചേർക്കാൻ മറക്കരുതേ. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇന്ന് ക്ലാസ് ഒക്കെ തീരുകയാണ്. ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് സ്കൂളിൽ. ഇനിയിപ്പോൾ എക്സാമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ 2ാം ക്ലാസ്സിലൊക്കെ ഒന്നുകൂടെ ഇരിക്കാൻ പറ്റില്ല. ഈ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത വർഷം. ടീച്ചർ ബസ്സൊക്കെ മാറും. അതൊക്കെ ഓർത്ത് എനിക്ക് തന്നെ ഒരിച്ചിരി വിഷമം തോന്നി. അപ്പം ഞാൻ അവരോട് അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അവർക്കും അതറിയാം. പക്ഷേ വലിയ മിസ് ഫീലിംഗ് ഒന്നും ഇല്ല. കാരണം കൂട്ടുകാരൊക്കെ ആ സ്കൂളിൽ തന്നെ ഉണ്ടാവുന്നവർക്ക് ഉറപ്പാണ്. അങ്ങനെ ചേട്ടായിനെയും ചേച്ചീനെയും ഒക്കെ ബസ് കയറ്റി വിട്ടിട്ട് ഞങ്ങളിങ്ങനെ ഓടിപ്പോന്ന് ഒപ്പം കുറച്ച് തണ്ണിമത്തങ്ങയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പം അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ ബൈ.